നീ ടിക്കറ്റൊക്കെ എവിടെ വെച്ചിരിക്കണേ? പോക്കറ്റിലുണ്ട്. ആ വിഷ്ണു, തീയതി നിശ്ചയിച്ചാലുടൻ ഇങ്ങോട്ട് എഴുതണം. ഞങ്ങൾ ആരും ലീവ് എടുത്ത് ഇത്രയും ദൂരം അങ്ങോട്ട് വരലുണ്ടാവില്ല. എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ. ഇവന്റെ ഈ ആവേശവും സന്തോഷവും ഒക്കെ കൂടി കാണുമ്പോ വേണ്ടാന്ന് വെച്ച് കഷ്ടമായെന്ന് ഇപ്പൊ ഒരു തോന്നല്. അതെന്താ? ആയ കാലത്ത് രാമൻകുട്ടി എപ്പോഴും ഉപദേശിക്കായിരുന്നു, തിരുവുപ്പാടെ എവിടുന്നെങ്കിലും പെണ്ണിനെ തപ്പെടുക്കാൻ നോക്കുന്നു. അന്നത് കേട്ടില്ല. അല്ല, നേരം തെറ്റിച്ച് ബേജാറായിട്ട് ഓടിക്കാച്ചു വരിക. പണ്ടിന്റെ സമയമായോ? അല്ല, എവിടെ നമ്മളെ വാരസ്യാരുട്ടി? ആരെന്തത് ഇന്നലെ തന്നെ കരിമ്പായി വീടിന്റെ കാര്യം? ഞാൻ പറഞ്ഞ വീട് ശരിയാണ്, എല്ലാ ലക്ഷണവും ഉണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ കെട്ടുവാളും കൂടി തിരിച്ചു വരുമ്പോ എന്നെ കണ്ടോളുന്നില്ല. ഞാൻ ഈ അൽശേഷന്മാരും കൂട്ടി 90-100 പിരിപ്പിക്കാൻ നടക്കല്ലേ. താക്കോല രാമേട്ടനെ ഏൽപ്പിച്ചേക്കാം, പോരെ? വിഷ്ണു, എന്താ സോര? ചെറിയൊരു സമ്മാനമാണ്. നമ്മൾ തമ്മിൽ എന്താ? ഇതെന്റെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കൊടുക്ക്, വാങ്ങിച്ചോളൂ വിഷ്ണു. ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷല്ലേ. മേടിച്ചോ മേടിച്ചോ. എന്താ അവിടെ നിക്ക്, ഓടല്ലേ. വരണ വഴിയാ. വിഷ്ണുവേട്ടൻ, അമ്മേ വിഷ്ണുവേട്ടൻ വന്നു. ഞാൻ പറഞ്ഞു മാക്സിയുടെ വീടടി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ, ഈ പെണ്ണ് വളർന്ന ഒരുമാതിരി എരുമയെ പോലെ ആയല്ലോ. ഈ കണക്കിന് എന്റെ കല്യാണത്തിന് മുമ്പ് ഇവിടെ കെട്ടിച്ചേക്കേണ്ടി വരും. അതും ആലോചിക്കുന്ന സമയമായിരിക്കണം. അച്ഛനോടമ്മേ? വക്കീലിനെ കാണാൻ പോയിരിക്കുക. നീ അയക്കുന്ന കാശ് മുഴുവൻ വക്കീലും കോടതിയായിട്ട് പോവാ. പിന്നെ പശുവിന്റെ കറവുള്ളതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാന്നേ ഉള്ളൂ. ആ, വന്ന കാലം നിൽക്കാതെ ഉടുപ്പ് മാറാൻ നോക്ക്. വാ. നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കാൻ? ഇതാണെന്നെ ആള്. എങ്ങനെയുണ്ട്? വിചാരിച്ച എത്ര മോശമായിട്ടില്ല. അയ്യാ, 3 സെന്റ് മൊട്ടപ്പറമ്പിന്റെ കാര്യത്തിന് വേണ്ടി എന്തിനാ രാഘവാര്യ ഇങ്ങനെ കേസ് നടത്തണമെന്ന് ചോദിക്കും ചിലർ. ന്യായം ആരുടെ പക്ഷത്താ? എന്റെ പക്ഷത്താ. ആണായി പിറന്നാൽ ആണായി മരിക്കും. വിഷ്ണു വന്നിട്ടുണ്ട്. ആ, ഇങ്ങോട്ട് പോന്നിരിക്കണമെന്ന് കുഞ്ഞുനായർ വഴിയിൽ വെച്ച് പറഞ്ഞു. എത്ര ആഴ്ച തെളിവുണ്ടോ എനിക്ക്? 2 ആഴ്ചത്തെ. 2 ആഴ്ച തെളിവുണ്ടാ കല്യാണം കഴിക്കാൻ വന്നിരിക്കണേ? ലീവ് കിട്ടിയില്ല. അതിലിപ്പോ 2 ദിവസം വണ്ടി തന്നെ കഴിഞ്ഞില്ലേ? ഇനി മടങ്ങിപ്പോലും വേണം 2 ദിവസം. ഈ 10 ദിവസം കൊണ്ട് ഇത് എങ്ങനെ നടത്തി കൂട്ടാനാ? വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അമ്മേ, ദേ ചേട്ടത്തിയുടെ ഫോട്ടോ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഇത് കണ്ടോ? ജാതകം ഉത്തമത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി ഫോട്ടോയ്ക്ക് എന്താ പ്രാധാന്യം? ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്കിപ്പോ അവിടെ എന്ത് കിട്ടും ശമ്പളം? അല്ല, അച്ഛന് മടക്കത്തിലെ വക്കീൽ ഹൂസിനെ കാണണ്ടേ? കാണാം. എന്നാ പിന്നെ വൈകിക്കണം, മുഹൂർത്തം നോക്കാം. ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ? ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി യാത്ര പിടിച്ചില്ല. ഒരു ഹീറോ ലുക്കില്ല. നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്. അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ. എനിക്കിഷ്ടായി ചേച്ചി, കണ്ടാൽ തന്നെ അറിയാം. ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ, എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്ക്. അപ്പുറത്തുള്ളവർ കേക്കണ്ട. 2 ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന്? 18-ാം തീയതി ഇന്ന് ബുധനാഴ്ചയായിട്ട് വരും. കുഴപ്പമില്ല. കേസ് 20-ാം തീയതിക്കാ വെച്ചിരിക്കുന്നേ. അല്ല, 18-ാം തീയതിയാണ് ഞങ്ങൾ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ. വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി. ഉച്ചയൂണും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല, പണിക്കര് കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജോലിച്ചതിന് മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാ. സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ. ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28. ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ നടത്താല്ലേ? 2 മിനിറ്റ് സമയമില്ല. കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാച്ചാൽ വിരുന്നുപോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധുവീട്ടിലൊക്കെ ഒന്ന് വിരുന്നിന് പോകാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരണത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തിമാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. എന്താ? അപ്പോ 18-ാം തീയതി ബുധനാഴ്ച.
ഇങ്ങോട്ട് വെച്ചേക്കാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. കുറച്ച് നാളികേരം കൂടി ചാക്കി പൊതിഞ്ഞിട്ട് എടുക്കായിരുന്നു. ഈ ഉള്ളത് തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ച മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് നാളികേരം കൂടി കെട്ടിയെടുക്കാൻ പോകണം. അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. വീടും കുടിയായിട്ട് പാർപ്പ് തുടങ്ങി കഴിയുമ്പോഴേ അറിയാം അതിന്റെ ദുരിതം. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിന്റെ ദുരിതം ഒന്നും കൂടെ കൂടാൻ പോണേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. നിങ്ങളെ വെറുതെ ഒന്ന് കാണാൻ. ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലേ? ആ തമ്പാത്തൂരിനുള്ളൊരു സഹകരിച്ചാൽ മതി.